വെള്ളിത്തിരുത്തിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 വയസ്സുകാരി പാർവണ കണ്ണു തുറന്നു. ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ഈ കുരുന്നിന് ഇനിയും ഏറെ ദൂരം താണ്ടണം. കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. കഴിഞ്ഞ ദിവസം റോഡിലൂടെ നടന്നു പോവുകയാണ് പാർവണയെ ഇവിടെ വെച്ചിട്ടാണ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ഈ CCTV ദൃശ്യങ്ങളിലൂടെയാണ് നാട് ഈ അപകടത്തിന്റെ തീവ്രത അറിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 3:00 വെള്ളിത്തുരുത്തി കുരിശുപള്ളിക്ക് സമീപം അപകടം നടന്നത്. കടയിൽ പോയി മടങ്ങുകയായിരുന്ന മരത്തംകോട് LP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവണിയെ പിറകിലൂടെ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് തുടരന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിലൂടെയാണ് അപകടത്തിന്റെ തീവ്രത നാടറിഞ്ഞത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വെള്ളിത്തിരുത്തി കുന്നംകാട്ടിൽ വീട്ടിൽ അനിലിന്റെയും രതിയുടെയും മകൾ 8 വയസ്സുകാരി പാർവണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആന്തരിക രക്തസ്രാവമുണ്ട്. കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായിട്ടുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ അനിലിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് സന്മനസ്സുള്ളവരുടെ സഹായഹസ്തങ്ങൾ ആവശ്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്ന ഉച്ചയോട് കൂടിയിട്ട് കുട്ടിക്ക് അപകടം പറ്റിയത്. ഇവിടെ വെള്ളിത്തിരുത്തി കുരിശുപള്ളിയുടെ അവിടെയാണ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് വളരെ എമർജൻസി ആയിട്ടാണ് കുട്ടിയുടെ സിറ്റുവേഷൻ. ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ആവശ്യമാണ് എല്ലാവരുടെയും. വെന്റിലേറ്ററിലാണ്. ഒരു ദിവസം തന്നെ അവർക്ക് എത്ര രൂപ ചിലവാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അവരാണെങ്കിൽ അത്ര ഉള്ള ആൾക്കാരൊന്നും അല്ല. അച്ഛനാണെങ്കിൽ കൂലിപ്പണിക്ക് പോണ ഒരാളാണ്. അറിയാം, അവർക്ക് ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കൊരു ഫസ്റ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങിയത് അവർക്കൊരു സ്മാർട്ട് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. സാധാ സ്വിച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ. അവരുടെ വീടും സാഹചര്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്കും ഇല്ലാത്തവരവര്. പിന്നെ അതേപോലെ അവർക്ക് പൈസ ആയിട്ടായാലും സാമ്പത്തികം ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാത്ത ആൾക്കാരാണ് അവര്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഒന്ന് സഹായിക്കണം. അവരെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവരെ നല്ല രീതിയിൽ സഹായിക്കുക വേണം. എന്നാലാണ് ആ കുട്ടിക്ക് തുടർന്നുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും ആവുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ പാർവണമോൾ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി വേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും സഹായ സഹകരണങ്ങൾ മാത്രമാണ്. CCTV വേണ്ടി നിതീഷ് വേലൂർ.